ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മീനച്ചാർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മീനെല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമുക്ക് മസാല പുരട്ടാം. മസാല പുരട്ടാനായിട്ട് 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇത് പേസ്റ്റ് ആക്കാനായിട്ട് ഞാൻ ചേർത്തത് കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഒരു 7-8 കുടംപുളി കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലൊരല്പം ഒഴിച്ചാണിത് പേസ്റ്റ് ആക്കാനായിട്ട് ചേർത്തത്. അപ്പോൾ നമ്മൾ മീനെല്ലാം കുറച്ച് മസാല പുരട്ടി ഇനി ബാക്കി മീനൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി നമ്മൾ ഒരു 1/2 മണിക്കൂറൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ മീനൊക്കെ അരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാനായിട്ട് ഉരുളിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 1/2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 3 കിലോ മീനുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുക. ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ മീനിട്ട് വറുത്തെടുക്കുക. വറുക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. ബാക്കി മീനും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ അച്ചാറിടാനായിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. 250 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക്, വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം വന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ഗ്രാം ചെറിയ ഉള്ളി, 2 വലിയ ചുള വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് തോനെ ഇട്ടാലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി ഇടുന്നതാണ് അച്ചാറിന് നല്ല രുചി. സവാള വറുത്ത് ചേർത്താലും മതി, സവാള വറുത്ത് പൊടിച്ചും നമുക്കിതിലേക്ക് ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളി ഇടുന്ന അത്രയും ടേസ്റ്റ് അച്ചാറിന് വരില്ല. ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം. നമ്മൾ മീൻ വറുത്ത എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 സൈസ് എണ്ണയാകുമ്പോൾ ഇതൊന്ന് പതച്ച് വരും. ആദ്യം എണ്ണ നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ മീൻ ഫ്രൈ ചെയ്തത്, ഇപ്പോൾ നല്ലെണ്ണയായിരുന്നല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഒഴിച്ചപ്പം 2 എണ്ണയും കൂടെ ആയപ്പോൾ ഒന്ന് പതച്ച് വരും. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പതയങ്ങ് അടങ്ങും. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ മൂക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 3 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തായിരുന്നു. ഇപ്പം നമ്മൾ 2 സ്പൂൺ കൂടെ ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ കായപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 150 ഗ്രാം മുളക് പൊടിയാണ് ചേർത്തത്. കാശ്മീരി ചില്ലി, അധികം എരിവില്ല. കുരുമുളകിന് നല്ല എരിവുണ്ട്. 3 കിലോ ആണ് ഈ മീൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് 50 ഗ്രാം വെച്ചാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം അധികം എരിവില്ലാത്തത് കൊണ്ട് ഞാൻ 150 ഗ്രാം മുളക് പൊടി തന്നെ ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ കുരുമുളകിൻ്റെ എരിവുണ്ട്, പച്ചമുളകിൻ്റെ എരിവുണ്ട്. കുറച്ചുകൂടെ എരി വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുടംപുളി തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ഒരു 7-8 കുടംപുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതാണ്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൽ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കണമെങ്കിൽ ഈ കുടംപുളി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ചേർക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ പുളിവെള്ളത്തിൽ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 ഗ്ലാസ് വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരിയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടംപുളി തിളപ്പിച്ച വെള്ളം ചേർത്തത്. അത് ഒരുപാട് കാലമൊന്നും ഇരിക്കാനൊന്നുമല്ല. ഒരുപാട് കാലമൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ വിനാഗിരി തന്നെ ചേർക്കണം. ഇതിപ്പം 1 മാസം 2 മാസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ ഇതിരിക്കും. കുടംപുളി തിളപ്പിച്ച വെള്ളം, വിനാഗിരി വയറിനത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മൾ പൊരിച്ച മീനൊക്കെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിന് നമ്മൾ നേരത്തെ മീൻ നന്നായിട്ടൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു. 1 സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി എന്നിട്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയൊക്കെ ധാരാളം ഇട്ട് കൊടുക്കുന്നത് നല്ല മണവും രുചിയും ഒക്കെ കൂടാൻ നല്ലതാണ്. വറുത്ത കറിവേപ്പിലയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ. ഇനി കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും.
ഇപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ മീൻ അച്ചാർ ഇടുമ്പോൾ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ കുടംപുളി തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. വിനാഗിരി ചേർക്കുന്നതിനേക്കാട്ടിലും നല്ലൊരു രുചിയാണ് ഈ മീൻ അച്ചാറിന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലും. വിനാഗിരി ചേർക്കാതെ കുടംപുളി ചേർത്ത് അച്ചാർ ഇട്ടിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ രുചികരമായ കേരമീനിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുടംപുളി വെള്ളം കൂടെ തിളപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി വരും. ഗ്രേവി അധികം വേണ്ടാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ പുറത്തോട്ട് കൊടുത്തു വിടാനായതുകൊണ്ട് ഒരുപാട് ഗ്രേവി വേണ്ട. അന്നേരം കവറിലൊക്കെ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ലീക്ക് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രേവിയേ ആക്കുന്നുള്ളൂ. അധികം എണ്ണയൊന്നും ഇല്ല. അപ്പം വളരെ രുചിയാണ് ഈ കേരമീൻ അച്ചാർ. നല്ല പച്ച മീനായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം നല്ല രുചിയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും താങ്ക്